അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഒരു കുടുംബത്തിന്റെ നെടും തൂണായ അർജുൻ എന്ന് പറയുന്ന 30-കാരൻ, എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ചോദിക്കുന്നത് അർജുൻ കിട്ടിയോ, എവിടെയാണ് അർജുൻ എന്നാണ്. കാരണം ഈ അർജുനെ കുറിച്ച് ഇതുവരേക്ക് നമുക്കറിയില്ല. അർജുൻ എവിടെയെന്ന് അറിയില്ല, അർജുൻ ആരെന്ന് അറിയില്ല. എന്നാലും പോലും കൂടെപ്പിറപ്പിനേക്കാൾ കൂടുതൽ അർജുനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 16-ാം തീയതി ചൊവ്വാഴ്ചയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. അർജുൻ അങ്കോൾ എന്ന് പറയുന്ന സ്ഥലത്ത് തന്റെ ലോറി നിർത്തി. കാരണം അർജുൻ ഇപ്പോഴും ജീവിച്ചിരിക്കട്ടെ, അർജുൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് ഉസ്താദന്മാരുടെ പ്രാർത്ഥനകളൊക്കെ കേട്ടു, സന്തോഷം തോന്നി. പ്രിയമുള്ളവരെ, അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു കുടുംബത്തിന്റെ ഒരു പൈന്റ് ജോലിക്കാരനായിരുന്നു. കുടുംബത്തിന്റെ ഭാരം കൂടിയപ്പോൾ ഇത്തരത്തിലുള്ള ജോലിയിൽ, കാരണം തന്റെ ലോറിയിൽ തടി കയറ്റിക്കൊണ്ട് മരം കയറ്റിക്കൊണ്ട് വരുന്ന അർജുൻ അങ്കോൾ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടുത്തെ ഒരു സ്ഥിതിഗതി എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് വലിയ മലയും മറ്റു ഭാഗത്ത് വലിയ പുഴയുമാണ്. അവിടുത്തെ ആ മണ്ണിടിച്ചിൽ അർജുൻ അകപ്പെട്ട്, കാരണം അവർക്കുള്ള ആ ലോറിയുടെ ഭാരമാണെങ്കിൽ പെട്ടെന്ന് ഒരു അപകടം സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യമാണ്. വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്, അർജുന്റെ ഫോണിലേക്ക് ഫോൺ വിളിക്കുമ്പോൾ ഫോൺ റിംഗായി എന്ന് പറയുന്നത് ആ കുടുംബത്തിന്റെ വലിയ പ്രതീക്ഷയാണ്. ഇന്ന് എല്ലാവരും ഇപ്പോഴത്തെ അർജുന്റെ അവസ്ഥയാണ് മനസ്സിന് വലിയ സന്തോഷം നൽകുന്ന അവസ്ഥ. കാരണം എല്ലാവരും അർജുനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇത്തരത്തിലുള്ള മനസ്സുകൾ കാണുമ്പോൾ മനസ്സിന് സന്തോഷമുണ്ട്. മനുഷ്യത്വം എന്ന് പറയുന്നത്, കാരണം അവൻ ഏത് മതക്കാരനാണ് ഒന്നുമില്ല, എല്ലാവരും അർജുനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഉമ്മമാർ, സഹോദരന്മാർ, സഹോദരിമാർ, ഒന്ന് തിരിച്ചു കിട്ടണേ, അർജുൻ തിരിച്ചു കിട്ടിയോ, മോൻ എന്തായി, എന്ത് സംഭവിച്ചു, എവിടെ കണ്ടാലും അർജുനെ കുറിച്ചാണ് സംസാരം. അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വില. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഹദീസുകളിലൊക്കെ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞതാണ്, ഒരു മനുഷ്യനെ എന്തെങ്കിലും അപകടത്തിൽപ്പെടുത്തിയാൽ അവൻ ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും അപകടത്തിൽപ്പെടുത്തിയ ദോഷം ചുമക്കേണ്ടി വരും. അർജുൻ എത്രയും പെട്ടെന്ന് കുടുംബങ്ങളിലേക്ക് തിരിച്ചു വരട്ടെ. 9 ദിവസമായി ഇന്നത്തോടുകൂടി അർജുനു വേണ്ടി തിരച്ചിൽ നടക്കുന്നത്. മുൻമുങ്ങൽ വിദഗ്ധരായ പലരും അർജുന്റെ ജീവിതത്തിന് പ്രതീക്ഷയോടുകൂടി, അർജുൻ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി തിരച്ചിലുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അർജുൻ യഥാർത്ഥത്തിൽ അർജുൻ രാംനഗർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് തടികഷ്ണവുമായി വരികയാണ്. വരുന്ന സമയത്ത് അവിടെ ഈ അങ്കോൾ എന്ന് പറയുന്ന സ്ഥലത്ത് സാധാരണ ലോറികളൊക്കെ നിർത്തും. കാരണം അവിടെ നിർത്താൻ ചില കാരണങ്ങളുണ്ട്. കാരണം അവിടെ തൊട്ടടുത്ത് പുഴയാണ്, കുളിക്കാനും അതുപോലെ വിശ്രമിക്കാനും, അതുപോലെ അവിടെ തൊട്ടടുത്ത് ചെറിയ ചെറിയ ചായക്കടകളൊക്കെ ഉണ്ടാവും. അവിടെ ചായ കുടിക്കാനും ഒക്കെ പറ്റിയ നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. കുറച്ചൊക്കെ ഉറങ്ങും. എല്ലാ സാധാ ലോറികൾ വന്ന് അവിടെ നിർത്താറ് പതിവാണ്. ഈ അർജുൻ നിർത്തിയ തൊട്ടടുത്ത് അങ്ങനെ ചെറിയൊരു ചായക്കടയുണ്ട്. ആ ചായക്കടയിലെ 5 പേര്, കാരണം 2 മക്കള്, 6 വർഷമുള്ള ഒരു കുഞ്ഞും, അതുപോലെ ഉപ്പയും ഉമ്മയും വല്യമ്മയും ആ കട നടത്തിയിരുന്ന അവർ എല്ലാവരും ഈ അപകടത്തിൽപ്പെട്ട്, ഏകദേശം 12 പേരാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ്. വല്യമ്മയുടെ ശരീരം വെവ്വേറെയായിട്ടാണ് കണ്ടെത്തിയത്. പക്ഷെ അർജുൻ ഇന്നവരൊക്കെ കണ്ടെത്തിയില്ല. ഇപ്പോഴും തെരച്ചിലാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ആ കുടുംബത്തിന്റെ പ്രതീക്ഷ പോലെ അല്ലാഹു ജീവനോടെ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം എല്ലാവർക്കും, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാള് ജോലിക്കും കുടുംബം നോക്കാൻ വേണ്ടി പോയ ആ ചെറുപ്പക്കാരൻ വീട്ടിന്റെ ആളുകൾ തിരിച്ചു വീട്ടിലേക്ക് വന്നാൽ ഉണ്ടാകുന്ന സങ്കടവും പ്രയാസവും എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞറിയിക്കേണ്ടതില്ല. കാരണം ആ കുടുംബം കഴിയുന്നത് ആ വ്യക്തിയുടെ ആശ്രയിച്ചുകൊണ്ടാണ്. ആ വ്യക്തി ആശ്രയിച്ചുകൊണ്ട്, കാരണം കുടുംബം എന്ന് പറയുമ്പോൾ ഒരുപാട് സാമ്പത്തികമായ പ്രതിബദ്ധതകൾ ഒരുപാടുണ്ടാകും. ആ കുടുംബം പ്രതീക്ഷിച്ച് എല്ലാം കണക്കുകൂട്ടുകൾ തെറ്റി
പെട്ടെന്ന് അർജുനെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന സങ്കടം എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയിൽ അർജുൻ ഉണ്ടാകണം. കാരണം അന്നാസു ഇഖ്വ, ജനങ്ങൾ പരസ്പരം എല്ലാവരും സഹോദരനാണ്. മനുഷ്യരെന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ വലിയ സന്തോഷം എന്ന് പറയുന്നത് എല്ലാവരും വലിയ വലിയ ആലിമുകളൊക്കെ അർജുനു വേണ്ടി ദുആ ചെയ്യുന്ന രംഗങ്ങൾ കാണുമ്പോൾ മനസ്സിന് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിന്റെ പ്രതീക്ഷ പോലെ അർജുൻ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ സന്തോഷം ഈ അർജുന്റെ അവസ്ഥ ഓർക്കുമ്പോൾ സന്തോഷം എന്ന് പറയുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുന്നു അതിനു വേണ്ടിയുള്ള. കാരണം ഒരു പെട്ടെന്ന് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് അവർ മണ്ണുകൾ അവിടെ നിന്ന് മാറ്റാനൊന്നും പറ്റുന്ന സാഹചര്യമൊന്നുമല്ല. കാരണം ഒരു ഭാഗത്ത് മഴയുടെ പ്രശ്നമുണ്ട്. കാരണം ഒരു ഭാഗത്ത് മണ്ണ് മാറ്റുമ്പോൾ പിറ്റേയും ആ മണ്ണ് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരുപാട് വീഴ്ചകളും വന്നിട്ടുണ്ട്. അത് വലിയ ദുഃഖകരവുമായിട്ടുണ്ട് പലർക്കും. എത്രയും പെട്ടെന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്, മാതാപിതാക്കൾ രോഗിയാണ്, ഒരു കുഞ്ഞു മോനുണ്ട്, ഭാര്യയുണ്ട്, ഒരു വലിയ പ്രതീക്ഷയിലാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ആര് എന്ത് സംഭവിച്ചാലും ഈ മഴയുടെ കാലത്ത് എന്തെങ്കിലും അപകടത്തിന്റെ വാർത്ത കേൾക്കുമ്പോൾ പെട്ടെന്ന് നാം ഓടിയെടുത്ത് എത്തി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ പ്രവർത്തനം നാം ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിൽ നാം വീഴ്ച വരുത്തരുത്. ഒരാൾക്ക് സങ്കടം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ നാം ഓടിയെത്തി അയാളുടെ സങ്കടവും പ്രയാസവും നാം മാറ്റിക്കൊടുത്താൽ തീർച്ചയായും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും അല്ലാഹു മാറ്റിത്തരും. അല്ലാഹു എല്ലാ അപകടങ്ങളെ തൊട്ട് എല്ലാവരെ കാക്കട്ടെ. ഏകദേശം 12 പേരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അതിൽ പലരും എൻ്റെ പ്രിയപ്പെട്ടവരെ അവരുടെ മൃതശരീരം കിട്ടിയെന്നും പലരെയും ഇപ്പോഴും തെരച്ചിലാണ്. വലിയ പ്രയാസത്തിലും ആ കുടുംബങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ദുഃഖങ്ങൾ ഒന്നും പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലല്ല. അതുകൊണ്ട് ഈ മഴയുടെ കാലത്ത് അത്തരത്തിലുള്ള സാഹചര്യ സന്ദർഭങ്ങൾ വീടുകളുള്ളവരൊക്കെ അത് മാറ്റി അതിന് സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അപകടം നിന്ന് അല്ലാഹു വലിയ കാവൽ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.